ഇന്ന് ഞങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. എക്സൈറ്റഡ് മാത്രമല്ല, നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും കൂടി ഒരു പ്ലേസ് വരെ പോവാണ്. അങ്ങനെ കാത്ത് ഇന്നാണ് ആ പ്ലേസിലേക്ക് പോവാന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്രദർട്ടൺ ഫാമാണ്. ഒരു ഗോൾഡൻ യെല്ലോ ബ്ലോസം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങോട്ടാണ് എന്ത് ഫാമാണെന്ന്? സൺഫ്ലവർ ഫാമിലേക്കാണ് പോകുന്നത്. സോ അങ്ങനെ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രുതിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഫാമിലെത്തിയത് കേട്ടോ. ഞങ്ങളെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോയത്. ഒരു രസമല്ലേ, ഒരു ഡേ ട്രിപ്പ് പോലെ ആണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ അവിടെ പോയി. അവിടെയാണെങ്കിൽ നിറയെ പേരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടാണ് എല്ലാവരും വരുന്നത്, കുഞ്ഞു കുട്ടികൾ. പിന്നെ അവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ട്. ഈ കാണുന്ന സ്പേസിൽ ഐസ്ക്രീംസ് അതേപോലെ തന്നെ ചിപ്സ് ഇതൊക്കെ സെല് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ ഇരുന്നിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരിക്കാനൊന്നും പോയില്ല. ഫസ്റ്റ് ടൈം ഞങ്ങൾ നേരെ ഫാം കാണാൻ വേണ്ടി ഉള്ളോട്ട് പോയി. അപ്പം നമുക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ, ഫാമിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 1 പൗണ്ട് വെച്ചിട്ട് കൊടുക്കണം. അത് മാത്രമല്ല നമുക്ക് അവിടുന്ന് ഒരു സിസേഴ്സും കിട്ടും. അത് നമ്മൾ റെൻ്റലായിട്ട് എടുക്കണം. അതിനെത്രയോ 2 പൗണ്ടോ 250 പൗണ്ട് അങ്ങനെ എത്രയേ ഉള്ളൂ. അങ്ങനെ സിസേഴ്സ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്യാം. ഈ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഓരോ ഫ്ലവറിനും 1 പൗണ്ട് വെച്ചിട്ട് പേ ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. പിന്നെ ഞങ്ങൾ പേ ചെയ്തു. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നേരെ ഫാമിലേക്ക് പോയി. എന്ത് ഹൈറ്റിലാണെന്നറിയോ സൺഫ്ലവറിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി പുറത്തു പോകുന്ന മെയിനായിട്ട് സ്ഥലം കാണാൻ മാത്രമല്ല കേട്ടോ, ചുമ്മാ വർത്താനം പറയാൻ, ഇങ്ങനെ ഓരോന്നൊക്കെ കഴിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലവേഴ്സൊക്കെ ഏകദേശം ഒടിഞ്ഞു കിടക്കണതൊക്കെ. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് അങ്ങോട്ട് വാക്ക് ചെയ്യണം. കണ്ടോ, മഴയത്തൊക്കെ ഇത് വീണുപോയി. കാരണം അത്രയും വലിയൊരു ചെടിയല്ലേ, അത്രയും. അതുപോലെ തന്നെ ആ കാറ്റത്തൊന്നും അതിന് നിൽക്കാനുള്ളൊരു ഇതില്ല, കപ്പാസിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു പ്ലാന്റാണ് സൺഫ്ലവറിൻ്റെ. ഈവനിങ് ആയിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയത്. സോ അത്രയും നേരം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ഗ്യാതറിങ് അടിപൊളിയാണ്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. ബൈ.